നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു പെഞ്ചാര യൂത്ത് വെൽക്കം. നമ്മൾ ഇന്നുള്ളത് വയനാടിന്റെ ബോർഡറിലാണ്. നമുക്ക് കുക്കിങ്ങിനോട് പാഷനേറ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെ സീക്രട്ട് റെസിപ്പി നിങ്ങളെ അറിയിക്കുകയാണ്. അവരുടെ മുൻക അനുഭവങ്ങളും പാചക ശൈലിയും നിങ്ങളുമായി പങ്കുവെക്കുക. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ബിനോയ് ചേട്ടൻ ബീനയാണ്. നമ്മള് അപ്പായിന്നും ബീനഹ എന്നൊക്കെ വിളിക്കുന്നത്. ഇത് ഇവരുടെ അമ്മച്ചി. എന്തിന്റെ വിശേഷങ്ങൾ ഉണ്ടാകും? എന്ത് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അതെ അതെ. ഇപ്പൊ എന്നെ ചെയ്യുന്ന ജോലി കല്ലുമണ്ടിയില്ലേ? ഗൾഫിലല്ലായിരുന്നു. എത്ര കാലം ഗൾഫിൽ എത്തിയിട്ട്? 2015 പിള്ളേരൊക്കെ എന്ത് ചെയ്യുന്നു? എത്ര പേരുണ്ട്? പിള്ളേരെ പരിചയപ്പെട്ടില്ല. ഇന്ന് ഓട്ടം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഭയങ്കര മഴയില്ല. വെള്ളിയാഴ്ച ഭയങ്കര മഴയായതുകൊണ്ട് ഓടാൻ പറ്റില്ല. അമ്പയത്തോടെ തന്നെയാണ് ജയിച്ചത്. സ്വന്തം നാളത്തോടെ ഇങ്ങോട്ട് 4 വർഷമായിരുന്നു. പിള്ളേരെ പഠിച്ചു വിടണ്ടേ? കല്യാണമൊക്കെ ചുരുക്കം താമസിച്ചപ്പോ 4 വർഷമായിരുന്നു. ലവ് മാരേജ് ആയിരുന്നു? അറേഞ്ച് മാരേജ്? ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ പള്ളി ഉണ്ടായിരുന്നു. അവിടെ പണി പോയി. പിന്നെ നമ്മളിത് ഇങ്ങനെ വെള്ളേക്ക് പോയി കഴിയുമ്പോ ഒരു സാരി മാതാവിന്റെ രൂപം ഞാൻ ഉണ്ടായിരുന്നു. വെള്ളേക്ക് പോകുമ്പോ അതെന്താ സംഭവം? അവിടെ നമ്മളെ ഈ മധുരപ്പള്ളിന്റെ വിഷുവിന്റെയാണ്. അവിടെ 2ാം ശനിയാഴ്ച അടുത്ത് നേരത്തെ സാരിയാണ്. നമ്മളീ സാരി നെയ്യുന്നോണ്ടോന്നും നമ്മുടെ വീടുകളിൽ വിശ്വാസത്തിന്റെ ഭാഗമല്ലായിരുന്നു. കല്യാണ ആളുകൾക്ക് ഓർമ്മ മാറുന്നുണ്ട്. കുട്ടികളില്ലാത്ത കുട്ടികളുണ്ടാകുന്നത് എല്ലാ മാസം 2ാം ശനിയാഴ്ച അവിടെ കുർബാനയുണ്ട്. അപ്പം വെള്ളിയാഴ്ച വൈകിട്ട് 15 സാരിയെല്ലാം വാങ്ങിച്ച് എന്നിട്ട് ഉള്ളിക്കുന്ന അഴിക്കുന്ന സാരി മുളക് പെട്ടെന്ന് ഭയങ്കര കൊടുക്കണം. എല്ലാം നടത്തിട്ട് കൊടുക്കും. നല്ല വിശ്വാസമാണ്. ഇപ്പൊ ഇതുവരെ രണ്ടുപേരും നമുക്കൊരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഉണ്ടാക്കി തരുന്നത്? ഇന്ന് മീൻ പെരട്ട് ഉണ്ടാക്കി തരാന്ന് വിചാരിക്കുന്നത്. മീൻ പെരട്ട് അടിപൊളി സംഭവം. ഇതാണ് ഉണ്ടാക്കുന്നത്. മീൻ പെരട്ട് അത് ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ലാത്തൊരു സാധനമാണോ? മീൻ വെച്ച് കഴിഞ്ഞാൽ മീൻ കറിയാണോ? മീൻ കറിയൊക്കെ അല്ലേ? മീൻ പെരട്ട് ഉണ്ടാക്കുന്നത് കണ്ടു. സംഭവം സൂപ്പർ. നമുക്ക് ഇതിലേക്ക് ആദ്യം മീൻ ചെറുതാക്കി ഞുറുക്കിയിട്ട് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് ചെറിയൊരു സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പും ടീസ്പൂൺ ഉപ്പും ഇട്ട് നന്നായിട്ട് തിരിച്ച് വെക്കണം. 1/2 മണിക്കൂർ നേരം നല്ലോണം തിരിഞ്ഞ് 1/2 മണിക്കൂർ നേരം ഇത് എല്ലാം ഇരിക്കാൻ വേണ്ടി വെക്കണം. ചെയ്യുന്ന പണി വെടിപ്പായിട്ട് ചെയ്യണം. മനസ്സും കരങ്ങളും ഒരേ സ്ഥലത്ത് നിലനിർത്തണം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് മിക്സിയിൽ നല്ലോണം അരക്കണം. ഇനി 20 മിനിറ്റ് അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം. ഇനി നമുക്ക് കുറച്ച് ചുവന്നുള്ളി വട്ടൽമുളകും കൂടെ വഴറ്റിയെടുക്കാതെ വഴറ്റിയെടുത്ത് പേസ്റ്റ് രൂപത്തിൽ അതും അരച്ചെടുക്കണം. ഇനി കുറച്ച് കൊത്തലമുളകും കൂടെ മുറിച്ചിട്ടിട്ട് ഇത് നല്ലപോലെ മൂത്ത് വരുന്നുണ്ട്. ഇനി നമ്മളിത് വാങ്ങി വെച്ച് കുറച്ച് വാളംപുളിയും കൂടെ പിഴിഞ്ഞു വെച്ച് നല്ലോണം മിക്സിയിൽ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കും. പേസ്റ്റ് ആക്കാൻ വേണ്ടി അരയ്ക്കണം. അതിന്റെ കൂടെ ഈ വാളംപുളി പിഴിഞ്ഞൊഴിച്ചതും കൂടെ ഒഴിച്ച് പേസ്റ്റാക്കി വരച്ചുകൊണ്ട് വരാം. മീൻ വറുക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഇത് ശരിക്കും അമ്പലത്തോട് എന്ന് പറയുന്ന സ്ഥലം വയനാടിന്റെ ബോർഡർ ആയിട്ട് വരും അല്ലേ? ഇവിടുന്ന് എത്ര കിലോമീറ്റർ കഴിഞ്ഞാൽ വയനാടായി? ഇവിടുന്ന് ഇപ്പൊ ഒരു 3.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാല് വയനാടായി. അതിനിടയ്ക്ക് പോസ്റ്റ് ടൗൺ എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മുടെ പണിച്ചെലവ് എന്ന് പറയുന്ന സ്ഥലമാണ്. അത് 4 വളവില്ലെങ്കിലും ഏറ്റവും ഡേഞ്ചറായ വളവുള്ള
ചെറുപ്പം. അല്ലേ? അവിടെ കാഴ്ചകൾ കാണാനുണ്ടോ? അതോ മഴയായതുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് നടത്തണോ? KSRTCക്ക് പോകുന്നുണ്ട്, വണ്ടികളൊക്കെ പോകുന്നുണ്ട്, പണിത് വരുന്നുണ്ട്. പക്ഷെ ഭയങ്കര ഡേഞ്ചർ സ്ഥലമാണ്, ഭയങ്കര കുത്തറക്കമാണ്. അതല്ലേ? മലയൊക്കെ അപകട സാധ്യതകൾ കൂടുതലാണ്. വളരെ കൂടുതൽ. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും, ഉരുൾപൊട്ടൽ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. അതിപ്പോ മേലെ വെള്ളം കുതിരിച്ചിട്ട് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നുണ്ട്, മലയിൽ ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ട്. റോഡ് കുറച്ചുകൂടെ വീതിയൊക്കെ ആയിട്ട് പണിയാൻ വേണ്ടി എല്ലാം തെറ്റാകുന്നുണ്ട്. നന്നായിരിക്കും, കാരണം എയർപോർട്ട് റോഡല്ലേ. ഇത് വയനാട് ഇപ്പൊ അടുത്തല്ലേ, 3 കിലോമീറ്റർ കഴിഞ്ഞ് വയനാടായില്ലേ? അപ്പം എപ്പോഴെപ്പോഴും ടൂർ നോക്കാൻ വയനാട്. വയനാട് എല്ലാ ദിവസവും വയനാട്ടിൽ പോകുന്നതുകൊണ്ട് ടൂറായിട്ട് പോയാൽ എന്റെ സുഖം കിട്ടും. വരുന്ന വഴി കണ്ടായിരുന്നു, ഏരിയ ഭയങ്കര അടിപൊളിയാണ് കാണാൻ. ഞങ്ങൾ മഴയാണ്ട് ഇവിടെ ഇറങ്ങിയില്ല, ഉച്ചയൊക്കെ നോക്കിയിട്ടാണ്. നിങ്ങളുടെ ഇവിടെ വാർഷികകാലം നിങ്ങൾ ആഘോഷിക്കാൻ പോകുന്നത് നടക്കുന്നതുകൊണ്ട് ആഘോഷിക്കുന്നവരെ തീരുമാനിച്ചിട്ടില്ല. 2 മക്കളും നിങ്ങൾക്ക് കാണും അല്ലേ? നമ്മളിൽ തന്നെ നിൽക്കുവാണെങ്കിൽ അതായിരിക്കും കൂടുതൽ. നിൽക്കാൻ പറ്റുമോ? അല്ല, അങ്ങനെയുള്ള ഫോർമുലയും ടെക്നോളജി ഇല്ലേ, മറി വന്നാലും മമ്മൂട്ടി ആയിരുന്നു. ഈ കുന്നിന്റെ അപ്പുറത്തുണ്ടല്ലോ ഈ മഞ്ഞ്, ഇതിപ്പോ കോടയായിട്ട് കാണാൻ പറ്റാത്ത, പക്ഷെ ഇതിനപ്പുറത്തേക്ക് കർണാടകത്തിന്റെ ഫോറസ്റ്റാ. ഇവിടെ ചെറിയ വൈകുന്നേരങ്ങളിൽ ഇരുന്ന് നല്ല അങ്ങ് ആ സൈഡിൽ നിന്ന് കിഴക്ക് സൂര്യനൊക്കെ വരുന്ന നല്ല ഷോയാണ്. രാവിലെയൊക്കെ നല്ല ഭംഗിയാണ് കാണാനൊക്കെ ആയിട്ട്. ചെറിയുള്ളി കൂടെ ഇട്ട് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത്, ഇഞ്ചി അരിഞ്ഞു വെച്ചത്, 2 അതിലെ കരിയാപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റണം. ഇത് നമ്മുടെ വീട്ടിലെ തന്നെ കറിവേപ്പില അല്ലേ? വീട്ടിൽ തന്നെ കറിവേപ്പില നല്ലോണം വഴന്നു കഴിയുമ്പോൾ ഒരു തുള്ളി ഉപ്പും കൂടി ഇട്ട് ഇളക്കണം. നിങ്ങള് നേരത്തെ അരച്ചു വെച്ച പേസ്റ്റ് ഒഴിച്ച് നല്ലോണം ഇളക്കണം. നല്ല മണം കിട്ടുന്നുണ്ടല്ലോ, മീൻകറി ആയതുകൊണ്ടല്ലേ. കറക്റ്റ് വന്നല്ലേ? എന്നെ കണ്ടതല്ലേ ഒരു 10 നേരം കൊണ്ടുവരാണ്. ഇയാളുടെ പാത്രമാണോ ഇയാളെ? സത്യം, ആരും പറയണ്ട. എന്നോടല്ല, ഭാര്യ ഇതുവരെയല്ലേ മീൻ വരട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളതൊരു ബൗളിലോട്ട് മാറ്റുവാണ്. എങ്ങനെയുണ്ട് നമ്മുടെ മീനമ്മയുടെ മീൻ വരട്ട്? അടിപൊളിയല്ലേ? ഇവിടെ ആരും ഇവിടെ ആദ്യം ഇല്ലായിരുന്നു കേട്ടോ, എല്ലാരും ഈ സംഭവം ഉണ്ടാക്കി അതിന്റെ സ്മെല്ല് അടിച്ചിട്ട് അപ്പുറത്ത് വന്നു. ഇവിടെ എങ്ങനെ സംഭവം? അടിയാണ്, അടിപൊളിയല്ലേ? മീനമ്മ തന്നെയാണ് എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുന്നത്. നിങ്ങളാരും അടുക്കളയ്ക്ക് പറയാം. നിങ്ങളെല്ലാവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം മീനമ്മയുടെ ഭക്ഷണമാണ്. എന്നെ തോന്നുന്നില്ല. അമ്മയ്ക്ക് 50 വയസ്സായി കേട്ടോ, കണ്ണം പറയില്ല. ഇതുവരെ മീനമ്മ വേറെ എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി തരുന്നത്? ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട്, ചിക്കൻ ബിരിയാണി, പിന്നെ അതുപോലെ നല്ല നല്ല പായസങ്ങളും. അതല്ലേ? റോട്ടി നല്ല റോട്ടി ഫ്രൈ ഉണ്ടാക്കും. ഈ ബിരിയാണിയുടെ റെസിപ്പി ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകും, ഇതിനകത്ത് നമ്മൾ അധികം മസാലകളൊന്നും ഉപയോഗിക്കുന്നില്ല അല്ലെ? മുളക് പൊടി, മഞ്ഞപ്പൊടി, അത്രേ ഉള്ളൂ. ഒരു അരമണിക്കൂറിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഓക്കെ, കാണാം. ഇനി ഇതുപോലെ ബിരിയാണിയെ കൊണ്ട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വിളിക്കാം. കുക്കിങ്ങിനോട് പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണോ നിങ്ങൾ? നിങ്ങളുടെ സീക്രട്ട് റെസിപ്പീസ് ഞങ്ങളിലൂടെ മറ്റുള്ളവരെ അറിയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വില്ലേജ് ഫുഡ് ആൻഡ് വീഡിയോയുമായി വരുന്നതുവരെ സൈനിങ് ഔട്ട്.